Hi all, magic morning. Magic morning. Magic morning. Magic morning. Okay. മാക്സിമം പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഓക്കെ ഫൈൻ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഇന്ന് മണിസറിന് മാത്രം കാണുന്നുള്ളൂ. വാട്ട് ഹാപ്പൻഡ്? ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് പറ്റി? വീഡിയോ ഓൺ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ എന്താണെന്നൊന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ ആണ് നമ്മുടെ ടോപ്പിക് വരുന്നത്. സോ സേഫ് സാർ അറിയാത്തവരാരുണ്ടായിരിക്കില്ല, ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഫൈൻ, താങ്ക് യു വിൻസൻ സർ, താങ്ക് യു രഞ്ജിത്ത് സർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി ഒരുപാട് സെഷനായിട്ട് സേഫ് സാർ ആണെങ്കിലും അല്ലാത്ത ഒരുപാട് സെഷനിൽ നമ്മുടെ ട്രെയിനേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട്. അങ്ങനെ തന്നെയല്ലേ മണി സർ? ആരെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? എന്ത് പറ്റി? ആർക്കും റിപ്ലൈ ഒന്നും ഇല്ലല്ലോ, മറുപടി ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യൂ. യെസ് ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. എന്താണ് നിങ്ങളുടെ റെസ്പോൺസ് എന്നുള്ള ഒന്ന് കമന്റ് ചെയ്യൂ. നോ. ഓക്കെ, ഷിജ മാം, താങ്ക് യു. ബീന മാം, ഓക്കെ, താങ്ക് യു. ഓക്കെ ഫൈൻ. മണി സർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പറയാൻ വേണ്ടിയിട്ടായിരുന്നോ? ഇല്ല, അത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ അതൊരു വലിയൊരു ഓഷ്യൻ മാതിരിയാണ്. അത് നമ്മളിങ്ങനെ ഓരോന്ന് അറിഞ്ഞുകൊണ്ടേ ഇരിക്കണം. സേഫ് സാർ തന്നെ ഒരുപാട് ക്ലാസ്സിൽ ഓരോ പ്രാവശ്യം വരുമ്പോൾ ക്ലാരിറ്റി കൂടി വരാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ മനസ്സിലാക്കിയ ആൾക്കാർ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. കാരണം അത്ര വലിയൊരു സബ്ജക്റ്റാണ് അത്. അത് വീണ്ടും മനസ്സിലാക്കാനുണ്ട്. അതാണ് മണി സർ പറഞ്ഞതാണ് കറക്റ്റ്. അതായത് ഒരു കടല് പോലെ പരന്ന് കിടക്കുകയാണ്. നമ്മൾ എത്രയോ ഇപ്പം നമ്മുടെ ഈ ഒരു ബി മാജിക് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതല് നിങ്ങൾക്ക് അറിയാം ലോ ഓഫ് അട്രാക്ഷൻ ആണ് സേഫ് സാർ എടുക്കുന്ന ടോപ്പിക്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനില് ഇപ്പം ഒരുപാടായിട്ട് നമുക്ക് ഒരുപാട് ലോസ് സാറിന് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അപ്പം ഒന്നുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് എല്ലാവരും വരിക. സോ മാക്സിമം പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു മുഫിദ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഹലോ, സുഖമാണ്. നോമ്പൊക്കെ മറ്റാളുകൾക്കൊക്കെ ഇങ്ങനെയുണ്ട്? നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടോ? എല്ലാം ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട് സാറേ. താങ്ക് യു. സോ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് സംസാരിച്ചാലും തീരാത്ത ഒരു വിഷയമായതുകൊണ്ട് അതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇന്നൊരു ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എങ്ങനെ സക്സസ് ആവുന്നുള്ളതിൻ്റെ ഒരു 7 സ്റ്റെപ്പാണ് പഠിക്കാൻ പോകുന്നത്. 7 സ്റ്റെപ്പാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ 7 സ്റ്റെപ്പുകൾ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. എന്തായാലും നമ്മൾ അതിന് സ്റ്റെപ്പ് വൈസ് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ഷെയറിങ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ 7 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒന്ന്, സ്റ്റോപ്പ് റിലൈയിങ് ഓൺ ലക്ക്, ഫോക്കസ് ഓൺ വാട്ട് യു ട്രൂലി വാണ്ട്, പ്ലാൻ ആൻഡ് ടേക്ക് ആക്ഷൻ, വിഷ്വലൈസ്, പ്രാക്ടീസ് പോസിറ്റീവ് അഫർമേഷൻ, ബി ഗ്രേറ്റ്ഫുൾ, മെഡിറ്റേഷൻ.
അതെന്താന്ന് വിശദീകരിക്കാം. വേണ്ട ആളുകളൊക്കെ സ്ക്രീൻഷോട്ട് വെച്ചു. ഓക്കെ, എഴുതാം. ഞാൻ ഈ ഒരു ഡാറ്റ എടുത്തത് സിങ്ക് ട്യൂഷൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ നിന്ന് ഒരു ഡാറ്റയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൽ പറയുന്ന സംഭവം എന്താ വെച്ചാൽ, ഫ്രാങ്ക് ലോയിഡ് റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോട്ട് പറയുന്നുണ്ട്. ദ തിങ്സ് ഓൾവേസ് ഹാപ്പൻ ദാറ്റ് യു റിയലി ബിലീവ് ഇൻ ആൻഡ് ദ ബിലീവ് ഇറ്റ് എ തിങ് മേക്ക് ഇറ്റ്സ് ഹാപ്പൻ. ഓക്കെ, നിങ്ങളുടെ ചിന്തകൾ ശരിക്കും സംഭവിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിലാണ്. ആ വിശ്വാസമാണ് എന്ത് ചെയ്യുക, അത് സാധ്യമാക്കുക എന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുകളാണ്. അതിൽ ബേസിക് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത്, പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും പിന്നെ നമ്മളുടെ ലൈഫിൽ അദ്ദേഹം പറയുന്നത് സ്റ്റോപ്പ് റിലേയിങ് ഓൺ ലക്ക് എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ നിർത്തുക എന്നുള്ളതാണ്. ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നത് നിർത്തുക. അതെന്റെ ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അവന്റെ ഭാഗ്യം കൊണ്ടാണ്, അവളുടെ ഭാഗ്യം കൊണ്ടാണ്. അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ലക്ക് ഓൾവേസ് സീംസ് ടു ബി against the person who depends on it. We believe that if we be lucky enough to win the lottery, our lives will radically change for the better. നമുക്കിപ്പോൾ ലോട്ടറി അടിക്കുന്ന അതൊരു എക്സാമ്പിൾ ആണ്. അത് ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. അപ്പൊ ലോട്ടറി എടുക്കുന്ന ആൾ നോക്കുക, എത്രങ്ങാനും ലോട്ടറി അവർ എടുക്കും, എത്രമാത്രം ലോട്ടറി എടുക്കും. ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റിന് അത്രയും പൈസക്കായിട്ട് അവർ ലോട്ടറി എടുത്തിട്ടുണ്ടാവും. സോ നമ്മളെപ്പോഴും ഇതിൽ മനസ്സിലാക്കുന്ന അദ്ദേഹം പറയുന്നത്, നിങ്ങൾ when you spend your life passively waiting for wealth or happiness to come knock at your door, you miss out on opportunities എന്നുള്ളതാണ്. നമ്മളുടെ ഡോറിൽ വന്നിട്ട് എന്ത് ചെയ്യും, നമുക്കൊരു ദിവസം കൊണ്ട് നമ്മളങ്ങനെ ലക്കിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരു കിടന്നുറങ്ങി എണീക്കുമ്പം എൻ്റെ ലൈഫ് ചേഞ്ച് ആവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു മിറാക്കിൾസ് എൻ്റെ ലൈഫിൽ സംഭവിക്കും, അങ്ങനെ സംഭവിച്ചിട്ട് ഞാൻ ഇങ്ങനെ മാറും, അങ്ങനെ മാറും എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുക, യു ഫാൾ ഇൻ ദ ട്രാപ്പ് ഓഫ് മെഡിക്രിറ്റി എന്ന് മെഡോക്രിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു സാധാരണക്കാരുടെ ലൈഫിലേക്ക് എപ്പോഴും താഴ്ത്തപ്പെടും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാനുള്ള ബെസ്റ്റ് വേ എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള കൺട്രോൾ, ഇന്റേണൽ ആയിട്ടുള്ള ലോക്കസ് കൺട്രോൾ, സ്കില്ല്, എബിലിറ്റീസ് ഇതാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ. ലക്ക് ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഓരോരുത്തരെ കുറിച്ചിട്ടും ഭാഗ്യമുള്ള ഒരാൾ, അവൾ ഭയങ്കര ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ അവൾ ഹെവി ഭാഗ്യമുള്ള ഒരാളാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ ആളുകളുടെ ലൈഫിനെ നിങ്ങൾ എടുത്തിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിലും അവരെടുത്തിരിക്കുന്ന എഫേർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ആളുകളും, നിങ്ങളിപ്പോൾ ഭാഗ്യവാനാണെന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാഗ്യവതിയാണെന്ന് പറയുന്ന ഓരോ ആളുകളും ചെയ്തിരിക്കുന്ന കാര്യം, അവർക്ക് അവരുടെ മുമ്പിലേക്ക് ഒരു ദിവസം രാവിലെ അവരെണീക്കുമ്പോൾ ഒരു ഭാഗ്യം വന്നതല്ല. അങ്ങനെ ചെറിയ ചെറിയ സമയം കൊണ്ട് ഭാഗ്യം വന്ന ആളുകൾക്ക് ഒരു സമയം കഴിയുമ്പോൾ അതിന് പോയിട്ടുണ്ടാവും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ, ലോട്ടറി അടിച്ച ആളുകൾ നിങ്ങൾ എടുത്തു വെക്കുക. ആ ലോട്ടറി അടിച്ച ആളുകളുടെ ഒരു സമയം കഴിഞ്ഞിട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർ ആദ്യത്തെ അതേ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും. ഇനി വേറെ കാര്യം പറയുന്നുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളുടെ പൈസയും, ലോകത്തിലുള്ള എല്ലാ പൈസയും ഒരാൾ കളക്ട് ചെയ്തു. എല്ലാ പൈസയും കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്തു, എല്ലാവർക്കും ഒരേപോലെ വീതിച്ചു കൊടുത്തു. എല്ലാവരുടെ കയ്യിലും, എൻ്റെ കയ്യിലും, വിൻസെന്റ് സാറിന്റെ കയ്യിലും, ഷൈനി മാമിന്റെ കയ്യിലും, അതേപോലെ സിന്ധു മാമിന്റെ കയ്യിലും കുറേ രീതിയിലുള്ള പൈസ എന്ന് സങ്കല്പിച്ചു. ലോകത്തിലുള്ള എല്ലാ ആളുകളുടെ, അംബാനിന്റെ കയ്യിലും നമ്മുടെ കയ്യിലും കുറേ പോലെയാണ് പൈസ. എന്നാലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊരു 10% ആളുകളിലേക്ക് തിരികെ പോയിട്ടുണ്ടാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റോ ബാക്കിയുള്ള കാര്യങ്ങളോ അവർക്ക് അറിയില്ല. നമ്മൾ ലോട്ടറി അടിക്കുന്ന ആളുകളൊക്കെ പിന്നെയും പഴയ ലൈഫിലേക്ക് തന്നെ തിരികെ പോകാനുള്ള കാരണം പറയുന്നു. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, വാട്ട് യു തിങ്ക് യു ക്രിയേറ്റ്, വാട്ട് യു ഫീൽ യു അട്രാക്ട്, വാട്ട് യു ഇമാജിൻ യു ബിക്കം എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലക്ക് എന്ന് പറയുന്ന സംഭവം വിശ്വസിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ലൈഫിൽ എന്ത് ചെയ്യില്ല, സക്സസ്ഫുൾ ആകാൻ സാധിക്കില്ല. ലക്ക് എന്ന് പറയുന്ന സംഭവം ഇല്ല. ലക്ക് എന്ന് പറയുന്ന സംഭവം എന്തില്ല, ഇല്ല. നിങ്ങൾ അവൻ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണെന്ന് വിശ്വസിക്കുന്ന ഓരോ ആളുകളെ കുറിച്ചും അവരുടെ ബയോഗ്രഫി നിങ്ങൾ പഠിച്ചു നോക്കിയുള്ളൂ. ഓരോ ആളുകളുടെ ബയോഗ്രഫി പഠിച്ചു നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ എവിടെ ജനിച്ചു,
ആരുടെ മകനായി ജനിച്ചു, ഇപ്പൊ എന്താണ് സിറ്റുവേഷൻസ്, അതൊന്നുമല്ല നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യുന്നത്, ഉയർത്തുന്നത്. നമ്മുടെ ലൈഫിനെ ഉയർത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത് വേറെ കാര്യങ്ങളാണ്. ഞാൻ ഇന്നലെ ജാക്മായുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ജാക്മാന്റെ ഒരു സ്റ്റോറി ജാക്മാന്റെ വെബ്സൈറ്റിൽ ജാക്മാന്റെ ഫേസ്ബുക്ക് പേജിൽ ജാക്മാന്റെ ഒരു ബയോഗ്രഫി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഷെയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുറേ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ഫസ്റ്റ് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 24 ആളുകളോളം അപ്ലൈ ചെയ്ത് 23 ആളുകൾക്ക് ജോലി കിട്ടി, ഇദ്ദേഹത്തിന് കിട്ടിയില്ല. പിന്നെ ഇദ്ദേഹം ഒരു ടീച്ചർ ആവാൻ പഠിക്കുന്നത്. അങ്ങനെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ മൈൻഡിൽ നോക്കുകയാണെങ്കിൽ, നമ്മുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ അൺലക്കി പേഴ്സൺ. ഫോർ എക്സാമ്പിൾ പറയാം, 24 ആളുകൾ ജോലിക്ക് അപ്ലൈ ചെയ്തു, അപ്പൊ 23 ആളുകൾക്ക് കിട്ടി. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് എന്താ, 23 ആളുകളിന് ജോലിക്ക് കിട്ടാത്ത ഇയാളൊരു ഹതഭാഗ്യൻ അല്ലെ. ആ ജോലി അയാൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജാക്മ എന്ന് പറയുന്ന വ്യക്തിയില്ല. ക്ലിയർ ആണോ? ആ ജോലി അന്ന് അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജാക്മ എന്ന് പറയുന്ന ബിസിനസ്സുകാരനില്ല. അയാൾ അവിടെ ഒരു സാധാരണ ജോലിക്കാരനായിട്ട് ഒഴിഞ്ഞുകൂടി പോയെന്നെ. അപ്പൊ അവിടുന്ന് വീണ്ടും 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 ചെയ്തിട്ടാണ് ഇയാൾക്ക്. അപ്പൊ ഇതൊക്കെ അല്ല, ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഫോക്കസ് ഓൺ വാട്ട് യു ട്രൂലി വാണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇത് ലൈഫിലേക്ക് എന്താണ് ശരിക്കും വേണ്ടത്. അധികം ആളുകൾ കരുതുന്നത് കുറച്ച് കാര്യം ഞാൻ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നില്ല. അല്ല, നമ്മൾ എപ്പോഴും വേണ്ടത് തിങ്ക് യു വാണ്ട്. ലൈഫിൽ എപ്പോഴും നിങ്ങൾ വേണ്ട യു സ്ട്രൈവ് ടു അച്ചീവ് തിങ്സ് യു തിങ്ക് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ കറക്റ്റ് ആയിട്ട് അറിയാം എന്നുള്ളതാണ്. അപ്പോ അതിന് എന്താണ് നിങ്ങളിലേക്ക് ആ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ടൈമിൽ റിസൾട്ട് പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കേണ്ട വേറെ കാര്യം. അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ എപ്പോഴും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളായിരിക്കും ജോജു ജോർജ്. വേണ്ട, ജോജു ജോർജ് പോട്ടെ, മമ്മൂട്ടിനെ നിങ്ങൾ എല്ലാവരും അറിയുന്ന ഒരാളല്ലേ. മമ്മൂട്ടി ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം? ആദ്യത്തെ ഒരു രംഗം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? എനിക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. 1 മാസം 2 മാസം എത്ര സമയം വർക്ക് ചെയ്തിട്ടുണ്ടാവും? എത്ര സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തു. കേൾക്കുന്നില്ലേ? എല്ലാവർക്കും എനർജി ഇല്ലേ? നോമ്പ് നോറ്റ കണക്കാളുടെ നോമ്പ് നോക്കാതെ ഒരു എനർജി കുറവുണ്ടോ? ആരും വീഡിയോ നന്നായിട്ട് കാണുന്നില്ല. ഹലോ, അറിയില്ല. അറിയില്ല. എന്നാലും ഒരു അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ ഒരു നമ്പർ കൗണ്ട് ചെയ്തു. 1 വർഷം 2 വർഷം എത്ര വർഷം മമ്മൂട്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും? ഒരു മാസം ഓക്കെ. വേറെ 2 വർഷം ഓക്കെ. 2 years ഷീല മാം, 2 years ഷാജൻ സാറും. അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു സിനിമയിൽ കിട്ടുന്നതിന് 8 വർഷം അദ്ദേഹം വെയിറ്റ് ചെയ്തു. 8 വർഷം ഓക്കെ. അങ്ങനെ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് ഏതോ ഒരു സിനിമ പറയുന്നുണ്ട്, സിനിമയുടെ പേരെനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിന് അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതോ ഒരു നായകന്റെ കൂടെ ഒരു അവസരം കിട്ടി. അങ്ങനെ ആ നായകന്റെ കൂടെ അവസരം കിട്ടിയ സമയത്ത് നായകനും ഇദ്ദേഹം കൂടെ ഒരു മതിലിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ചാടണപ്പോൾ താഴേക്ക് ചാടുന്ന സമയത്ത് എന്ത് ചെയ്യും? താഴേക്ക് ചാടാൻ പറയുന്ന സമയത്ത് അദ്ദേഹം ജസ്റ്റ് താഴേക്ക് ചാടുന്ന സമയത്ത് ഒരാൾക്ക് താഴേക്ക് ചാടുമ്പോൾ സേഫ്റ്റിക്ക് ബെഡ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. മമ്മൂട്ടിക്ക് ബെഡൊന്നും ഉണ്ടാവില്ല. അപ്പം പ്രൊഡ്യൂസർ പറയത്ര അവരൊക്കെ ഇന്ന് വന്ന് നാളെ പോകാനുള്ള ആൾക്കാരാണ്, അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പൈസ സ്പെൻഡ് ചെയ്യേണ്ടെന്ന്. അങ്ങനെ മമ്മൂട്ടി അവിടുന്ന് ചാടുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിന് എന്തോ പരിക്ക് പറ്റുന്നു. എന്നിട്ട് ആ സംവിധായകനോട് പറയത്ര അടുത്തതിൽ ഒരിക്കലൊരു വേഷം തരണത്താണ്. ആ മമ്മൂട്ടിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പറയാനുള്ള എന്താ ദക്കിയെന്നില്ലാണ്. ഇനി മമ്മൂട്ടിന്റെ എല്ലാ ലോകത്തിൽ നിങ്ങൾ ആരുടെ സിനിമ എടുക്കുകയാണെങ്കിലും ആ സിനിമ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർ 100 സിനിമ ഇറങ്ങുമ്പോൾ എത്ര സിനിമ വിജയിക്കുന്നുണ്ടാവും? മമ്മൂട്ടിയുടെ 100 സിനിമ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിന്റെ 100 സിനിമ ഇറങ്ങുമ്പോൾ എത്ര സിനിമ വിജയിക്കുന്നുണ്ടാവും? 100 സിനിമ വിജയിക്കുമോ? എത്ര സിനിമ വിജയിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഒപ്പീനിയനിൽ? എത്ര വിജയിക്കുന്നുണ്ടാവും? 60%. ഒരു 40% സിനിമയൊക്കെ വിജയിക്കുന്നുള്ളൂ. 60% സിനിമയും പരാജയപ്പെടാണ് സിനിമ. ഈ അടുത്തിടയ്ക്ക് മമ്മൂട്ടി സിനിമകളൊക്കെ അങ്ങനെ വിജയിച്ചിട്ടുണ്ടാവുള്ളൂ. ഇത് മമ്മൂട്ടി എന്നല്ല,
ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 2013 മുതൽ 2023 വരെയുള്ള കാലഘട്ടങ്ങൾ, 22 വരെയുള്ള കാലഘട്ടങ്ങൾ ഒറ്റ സിനിമ വിജയിച്ചിട്ടില്ല. അപ്പൊ 9 വർഷത്തോളം ഷാറൂഖ് ഖാൻ കടന്നു പോയിട്ടുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു പ്രൊഡ്യൂസർമാരും ഒരു ആളുകളും ഇദ്ദേഹത്തിന്റെ പടം നിരന്തരം പരാജയപ്പെട്ട സമയത്ത് ആരും അപ്രോച്ച് ചെയ്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ചാരിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പരസ്യത്തിൽ അഭിനയിച്ചിട്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പൈസ ചാരിറ്റിക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, ഞാൻ ഡോണിന്റെ സംവിധായകനെ വിളിച്ചിട്ട് ഡോൺ 3 ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അവരില്ല എന്ന് പറഞ്ഞു, പറയാനൊക്കെ. പിന്നെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഡേറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ്. നമ്മൾ കാണുന്നത് ഒരാളുടെ സക്സസിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. നമ്മൾ കരുതുന്ന അയാളുടെ ലക്കായിരിക്കും. ഞാൻ പറഞ്ഞു തന്ന സാധനം, നമ്മൾ എന്താണോ വേണ്ടത് അതിലേക്ക് അത്രയും ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്കാണ് അത് കിട്ടുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഫോക്കസ് എന്ന് പറയുമ്പോൾ അത് കിട്ടുക എന്നുള്ളതല്ലാതെ വേറൊരു സെക്കൻഡ് ഓപ്ഷൻസ് ഉണ്ടാവരുത്. എന്താണ്? അപ്പോ നിങ്ങളുടെ ഇന്നർ സെൽഫ് റിഫ്ലക്ഷൻ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ഇങ്ങനെ പറയണം, ഓക്കെ, എനിക്കിത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഹാപ്പി ഉള്ളൂ, എനിക്കത് കിട്ടും. അവിടെ ലക്കല്ല, എനിക്കത് കിട്ടും. ഞാൻ എത്ര വർഷങ്ങൾ ഞാൻ അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും എനിക്കത് കിട്ടും. നിങ്ങൾ കരുതുന്ന രീതിയിലൊന്നും ആവില്ല. നിങ്ങളുടെ കരിയറൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ പോകും. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങളുടെ ആ സക്സസ് എന്ന് പറയുന്നതിലേക്ക് ഫോക്കസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്ലാൻ യുവർ സ്ട്രാറ്റജി ആൻഡ് ടേക്ക് ആക്ഷൻസ്. അത് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രാറ്റജി ഉണ്ടാക്കണം. സ്ട്രാറ്റജിക്ക് വലിയ പ്രാധാന്യമുണ്ട്. തന്ത്രങ്ങൾ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ അബ്ദുൽ സാറിന് ഇപ്പൊ എന്ത് ചെയ്യണം? ഒരു തിരക്കഥാകൃത്താണ് എക്സാമ്പിൾ. അതിനുള്ള സ്ട്രാറ്റജി, അതിനുള്ള ആക്ഷൻസ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു വർഷമുണ്ട്. ദിവസം ഞാൻ എന്ത് ചെയ്യും? ദിവസം ഞാൻ എൻ്റെ അടുത്ത് തിരക്കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ ദിവസം ഞാൻ ഇന്ന് ഒരു സംവിധായകനെ കണ്ട് സംസാരിക്കും. അങ്ങനെ ഞാൻ മാസത്തിൽ എന്ത് ചെയ്യും? 30 ആളുകൾ മിനിമം കാണും, അല്ലെങ്കിൽ 20 ആളുകൾ മിനിമം കാണും. ഇങ്ങനെ നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? നമുക്ക് അതിലേക്കുള്ള ആക്ഷൻസ് എടുക്കാൻ സാധിക്കുക. നമ്മൾ ഒരിക്കലും ഒരു കാര്യം ആഗ്രഹിച്ചത് കൊണ്ട്, ഫീൽ ചെയ്തത് കൊണ്ട് കിട്ടുമെന്ന് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ എവിടേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ ഒരു ചിന്ത മാറ്റുക. ഓക്കെ, ദ ലോ ഓഫ് അട്രാക്ഷൻ ഈസ് അബൌട്ട് തിങ്കിങ് സക്സസ്ഫുൾ തോട്ട്സ് വൈൽ ടേക്കിംഗ് ദ നെസസറി സ്റ്റെപ്പ് ദാറ്റ് വിൽ മേക്ക് ദം റിയൽ. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ കൂടെ തന്നെ അത് റിയൽ ആക്കുന്നതിനുള്ള നിർബന്ധമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നതും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ എന്തല്ല, നമ്മൾ കുറച്ച് സമയം ആലോചിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ 3 കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്താണ്? ലക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിശ്വസിച്ചിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ്ട. 2, നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. 3, ആ ഫോക്കസ് ചെയ്യുന്നതിലേക്കുള്ള പ്ലാൻ ഉണ്ടാക്കുക. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി നമ്മൾ പറയുന്ന ലോ ഓഫ് അട്രാക്ഷന്റെ ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ തുടങ്ങുന്നത്. ഈ 3 സ്റ്റെപ്പ് ചെയ്യാതെയാണ് പല ആളുകളും 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഈ 3 സ്റ്റെപ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ഇവർ ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ടോ 4ാമത്തെ സ്റ്റെപ്പ് ആയിരിക്കും ഇത് ചെയ്യുന്നത്. നോക്കുക, സ്റ്റോപ്പ് റിലയിങ് ഓൺ ലക്ക്, ഫോക്കസ് ഓൺ വാട്ട് യു ട്രൂലി വാണ്ട്, പ്ലാൻ ആൻഡ് ടേക്ക് ആക്ഷൻസ്. ഈ 3 സ്റ്റെപ്പ് ചെയ്യാതെ 4ഉം 5ഉം 6ഉം 7ഉം ചെയ്തുകൊണ്ട് കാര്യം. ക്ലിയർ ആണോ? 4 ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഞാനതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ്വലൈസേഷനും അതിന്റെ കാര്യങ്ങളും ഒരുപാട് തവണ പറഞ്ഞു തന്നത്, നിങ്ങളത് അനുഭവിച്ചതായിട്ട് ഞാൻ പറയുന്നില്ല. പോസിറ്റീവ് അഫർമേഷൻസിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. മെഡിറ്റേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഇത്. എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? 4, 5, 6, 7 ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? 1, 2, 3 ചെയ്തിട്ടില്ല. വിത്ത് നട്ടിട്ടില്ല, പക്ഷെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. എന്ത്? എൻ്റെ കൃഷിത്തോട്ടം ഇങ്ങനെ വരുന്നതും, കൃഷിത്തോട്ടത്തിൽ നിന്ന് കൃഷി വിളവെടുക്കുന്നതും, അതിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ ഈ 3 സ്റ്റെപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ 4ഉം 5ഉം 6ഉം 7ഉം കിട്ടും. ഞാനത് എങ്ങനെ നിങ്ങളോട് പറയുന്ന ആലോചിച്ചപ്പോൾ എനിക്ക് വെബ്സൈറ്റ് കിട്ടുന്നു. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷനിൽ തന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം എല്ലാവർക്കും എന്താണ്? എല്ലാവർക്കും വേണ്ടതെന്ന് വെച്ചാല്, സാധാരണ നമ്മൾ പറയാറുണ്ട് എന്താണ്? എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, ആർക്കും മരിക്കാൻ പറ്റില്ല, അല്ലേ? എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണ്, പക്ഷെ ആർക്കും മരിക്കാൻ എന്തില്ല, ആഗ്രഹമില്ല. എന്നാലോ എല്ലാവർക്കും സ്വർഗത്തിൽ പോകുന്നതാണ് എന്നതുപോലെയാണ് നമ്മളുടെ കാര്യം. എന്താണ്? നമുക്ക് എല്ലാവർക്കും വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്,
but we are not ready to take actions. We are not ready to take risk in our life. If you are not ready to take risk in your life, risk will take you. അത്രേ ഉള്ളൂ. എന്താണ്, നിങ്ങൾ റിസ്കിനെ ഏറ്റെടുക്കാൻ തയ്യാറില്ലെങ്കിൽ റിസ്ക് നിങ്ങളെ ഏറ്റെടുക്കും. അപ്പൊ നമ്മള് വിഷ്വലൈസേഷനും അഫോർമേഷൻസും അതേപോലുള്ള ബാക്കിയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും അതേപോലെ മെഡിറ്റേഷനും ഒക്കെ നമ്മൾ ചെയ്യണം. ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മളുടെ ലൈഫിൽ എന്താണ് വേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഗോളുകളും അതിനുള്ള ആക്ഷൻ പ്ലാനുകളും നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കാത്ത റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തുകയാണ് ചെയ്യുക. അവിടെയാണ് ഈ വിഷ്വലൈസേഷൻ്റെ ഒക്കെ പവർ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഇന്നർ സെൽഫിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾ അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ വഴിയിൽ എന്തുണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചലഞ്ചസുകൾ ഉണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. ഷാറൂഖ് ഖാൻ കഴിഞ്ഞെന്ന് പറയുന്ന സമയത്ത് ഷാറൂഖ് ഖാൻ കൊണ്ട് തിരിച്ചു വരികയാണ്. ഇനിയിപ്പോ ഒരു പക്ഷേ നിവിൻ പോളിനെ കുറിച്ച് പറയുമ്പോൾ നിവിൻ പോളി ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. കോഹ്ലി കഴിഞ്ഞെന്ന് പറഞ്ഞ കോഹ്ലി എന്നിട്ട് എന്ത് ചെയ്യുന്നു, രണ്ടാമത് പ്രാക്ടീസ് ചെയ്തിട്ട് സെഞ്ചുറി അടിച്ചിട്ട് എല്ലാവർക്കും മറുപടി കൊടുക്കുന്നു. സോ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരു തവണ അവരൊന്നും പരാജയപ്പെടാത്ത ആളുകളല്ല, അവരൊക്കെ മനുഷ്യരാണ്. അവരും നമ്മളെപ്പോലെ അപ്പ് ആൻഡ് ഡൗൺ അവരുടെയൊക്കെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അവർ അതിലേക്ക് തന്നെ തിരിച്ചു വരാൻ തയ്യാറാവുകയാണ്. ഈ അടുത്തിടെ സച്ചിൻ വീണ്ടും കളിച്ചു. 50-ാമത്തെ വയസ്സിൽ സച്ചിൻ കളിക്കാണ്. അദ്ദേഹത്തിന്റെ 50-ാമത്തെ വയസ്സിൽ സച്ചിൻ കളിച്ചപ്പോഴും പഴയ അതേ രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അത് കഴിഞ്ഞിട്ടും അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് തയ്യാറാകുന്നത്. അപ്പോ എവിടെയാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തിൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഭാഗ്യമില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണോ? ആണോ? ഞാൻ ഈ വീട്ടിലെല്ലാം ജനിച്ചിരുന്നെങ്കിൽ, എനിക്ക് ഈ ഭർത്താവിനല്ല കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് ഈ ഭാര്യയല്ല കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ അച്ഛനും അമ്മ ഇതായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വേറൊരു രാജ്യത്ത് ജനിച്ചിരുന്നെങ്കിൽ, നോ, നിങ്ങൾ എവിടെയാണോ ജനിക്കേണ്ടത് അവിടെ തന്നെയാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെയാണോ ജനിക്കേണ്ടത് അവിടെ തന്നെയാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏത് അനുഭവത്തിലൂടെയാണ്, പക്ഷെ അവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അത് മറ്റൊരാളിലേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്. ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്, ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്, ബട്ട് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദിത്തം. അത് ഏറ്റെടുക്കാൻ. ഞാൻ അത് പറയുമ്പോൾ തന്നെ കുറെ ആൾക്ക് ദേഷ്യം വരും. എന്താണ്, ഞാനോ സാറെന്താ പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഞാൻ അങ്ങനെ എൻ്റെ ലൈഫിൽ സംഭവിക്കേണ്ട ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങളോട് സോറി പറയാനേ പറ്റുള്ളൂ. ഞാൻ പഠിച്ച തിയറി പ്രകാരം എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരിക, നിങ്ങളെ മുഖത്തടിച്ചതുപോലെ പറയേണ്ടി വരുന്ന സീക്രട്ടൊക്കെ പറയുന്നത് എന്താണ്? അല്ല, നിങ്ങൾ തന്നെയാണ് കാരണക്കാരൻ. സീറോ ലിമിറ്റ്സ് എന്താ പറയുന്നത്? അല്ല, നീ തന്നെയാണ് കാരണക്കാരൻ. സേഫോ, നീ തന്നെയാണ് കാരണക്കാരൻ. പല സമയത്തും എനിക്കും തോന്നും, ഇത് എൻ്റെ വിഷയം കൊണ്ടല്ലല്ലോ, എൻ്റെ ടീം മെമ്പേഴ്സിന്റെ വിഷയം കൊണ്ടല്ല, എൻ്റെ ഫാമിലിന്റെ വിഷയം കൊണ്ടല്ല, എൻ്റെ ഫ്രണ്ട്സിന്റെ വിഷയം കൊണ്ടല്ല. ഞാനാണ് ആ ഡിസിഷൻസ് എടുക്കുന്നത്. എൻ്റെ ചിന്തകൾക്കും എൻ്റെ ചിന്തകൾക്കനുസരിച്ചിട്ട് എൻ്റെ വാക്കുകൾക്കും എൻ്റെ വാക്കുകൾക്കനുസരിച്ചിട്ട് എൻ്റെ പ്രവൃത്തികൾക്കും എൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ചിട്ടുള്ള എൻ്റെ സ്വഭാവത്തിനും അങ്ങനെ അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വിധി തിരഞ്ഞെടുക്കുക. പ്ലീസ് ആക്സെപ്റ്റ് യുവർ സെൽഫ്. ഭാഗ്യത്തിൽ വിശ്വസിച്ചിട്ട് സമയം കളയരുത്. എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ട്രൂലി, എന്തിനാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത്, എന്താണ് പൈസ കാര്യങ്ങളൊക്കെ വേണം, നമുക്ക് എല്ലാ സംഭവങ്ങളും വേണം. അതിന്റെ കൂടെ എന്താണ് ഒരു പർപ്പസ്. ഇപ്പൊ ഞാൻ അറിയുന്ന ഒരു വ്യക്തി ഉണ്ട്, അദ്ദേഹം എന്നോട് പറയുകയാണെങ്കിൽ, ഞാൻ ശരി, എനിക്ക് എൻ്റെ ഒരു പർപ്പസ് ഓഫ് ലൈഫ് കിട്ടി. അപ്പൊ അദ്ദേഹം ഒരു കാര്യം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ സ്ട്രഗിൾ ചെയ്യുന്ന സംഭവത്തിൽ നിന്ന് അദ്ദേഹം റിക്കവറായി. അപ്പൊ അദ്ദേഹം പറയാണ്, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്നാണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് നിങ്ങൾക്കൊരു കാര്യം ഉണ്ടാവും. ആ കാര്യത്തിൽ നിങ്ങൾ കുറെ ഫിലോസഫിയിലേക്ക് പോവാതെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എപ്പോഴും ഫോക്കസിലായിരിക്കണം. നിങ്ങൾ ഏതൊരു കാര്യത്തിലേക്കും പോയിക്കോളൂ. അതേ സമയത്തൊക്കെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സംഭവം, അതിലേക്ക് ഫോക്കസ് ചെയ്തൊരു പ്ലാൻ എപ്പോഴും ഉണ്ടാക്കി വെക്കണം. അത് നമ്മൾ അതിൽ വിശ്വസിക്കണം. അതിനു വേണ്ടി സ്ട്രാറ്റജിയും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഇൻകം, നമ്മൾ എല്ലാ ദിവസവും പറയുന്നില്ലേ, എന്താണ്, മൈ ഇൻകം ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്. എങ്ങനെ നിങ്ങൾ ഇൻകം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് നിങ്ങളുടെ ഉള്ളിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനുള്ള ആക്ഷൻസ് എടുത്തിട്ടുണ്ടാവും. ഞാൻ ഇന്നേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
ഹോപ്പ്, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോകാം. അതായത് എല്ലാം ശരിയാവും എന്നുള്ളൊരു ധാരണയിൽ മുന്നോട്ട് പോയിരിക്കുന്നത്. ഒന്നും ശരിയാവില്ല. എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാക്കാൻ സാധിക്കും. ഓക്കെ, എല്ലാം ശരിയാവും എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്രിയ നടക്കണം, എന്തെങ്കിലും ഒരു ക്രിയ നടക്കണം. നിങ്ങൾ ഇന്ന ആക്ഷൻസ് ഒക്കെ എടുക്കുന്നത് കാരണം എല്ലാം ശരിയാവും. ഒരു ആക്ഷൻസ് എടുക്കാതെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ക്ലിയർ ആണോ? ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് 7 സ്റ്റെപ്പുകൾ. 3 സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 4 സ്റ്റെപ്പുകൾ ആർക്കെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അഫർമേഷൻസ് എന്ന് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് വിഷ്വലൈസേഷൻ എന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ, എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ചോദിക്കുക. ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, 4, 5, 6, 7 നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ 1, 2, 3 കൂടെ ചെയ്തു വെക്കുക. 1, 2, 3 1, 2, 3 എവിടുന്നാണ് നിങ്ങൾ കിട്ടുക നോക്കുക. 1, 2, 3 കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സൈഫ് സാർ, താങ്ക് യു സോ മച്ച്. അപ്പം സൈഫ് സാർ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഇക്കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഷാജൻ സർ. സാർ മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു. ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എൻ്റെ ഒരു മനസ്സിലുള്ളതാണ് കേട്ടോ, നമുക്ക് ഷെയർ ചെയ്യാന്നുള്ള നിലയ്ക്കാണ്. അതായത് 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഫസ്റ്റത്തെ 4 കാര്യങ്ങൾ പറഞ്ഞാല് നമുക്ക് ആദ്യം ഇപ്പൊ ഒരു പുതിയൊരാള് ഇതിനെ കുറിച്ച് അറിയാത്ത, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിയാത്ത ഒരാള് നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ആദ്യം വിഷ്വലൈസേഷനിൽ തുടങ്ങുകയല്ലേ നല്ലത് ശരിക്കും. കാരണം ആദ്യം വിഷ്വലൈസേഷൻ ചെയ്ത് ആ മൈൻഡ് ഒന്ന് സെറ്റ് ആക്കി, ഇപ്പോൾ നമുക്കൊരു വീട് വേണം, അല്ലെങ്കിൽ ഒരു കാറ് വേണം, അല്ലെങ്കിൽ മക്കൾ നല്ല രീതിയിൽ പോകണം എന്നൊരു ഒരാൾക്ക് അങ്ങനെ ഒരു ചിന്താഗതി ആദ്യം ഉള്ളിൽ കൊണ്ടുവരുമ്പോഴല്ലേ ശരിക്കും അതിന്റെ ഒരു സ്ട്രാറ്റജികൾ എടുക്കാനുള്ള ഒരു പവർ കിട്ടുള്ളൂ. അതേപോലെ തന്നെ ആ സ്ട്രാറ്റജികൾ ഉണ്ടാകുമ്പോഴല്ലേ അവിടെ നിന്ന് ഒരു ആക്ഷനിലേക്ക് വരിക ശരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷാജൻ സാറ് ഇപ്പൊ വിഷ്വലൈസ് ചെയ്യാണ്. ഷാജൻ സാറ് വിഷ്വലൈസ് ചെയ്യുന്നത് യു വാണ്ട് ടു ബിക്കം എ പോലീസ് ഓഫീസർ എന്നാണ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അതെ അതെ, നിങ്ങൾ ആഗ്രഹം ഒരു പോലീസ് ഓഫീസർ ആവണം എന്നാണ് നിങ്ങൾ ഇമാജിൻ ചെയ്തു. ഒരു SI ആവണം. അത് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങൾ പോലീസ് ഓഫീസർ ആവുന്നത്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത്, പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്, ഓക്കെ, ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അയാളെ നിങ്ങൾ കേസ് തെളിയിക്കുന്നത് ഒക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ എന്താ ചെയ്യാ? അതിന്റെ കൂടെ ഒരു പ്ലാൻ റെഡി ആവില്ല. അങ്ങനെ ചെയ്തു വരുമ്പോ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവില്ല. അതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് ഇതന്നെയാണ് സംഭവിക്കുക. വീട് എന്നുള്ളത് വിഷ്വലൈസ് ചെയ്താൽ മാത്രം പോരാ. ഓക്കെ, ആ വീട് എന്നുള്ളത് അയാൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ, അയാൾ എടുക്കാൻ പോകുന്ന വീട് എങ്ങനെയാണെന്ന് അയാൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ അയാളുടെ മൈൻഡിൽ എങ്ങനത്തെ വീടാണ് വരുന്നത് അതാണ് അയാൾക്ക് കിട്ടുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, ഞാൻ തന്നെ കേട്ടൊരു സംഭവം പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം പറയാണ് അയാളുടെ ബിസിനസ് ഒക്കെ തകർന്ന് തരിപ്പടായി. കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നുണ്ട് തോന്നുന്നു. തകർന്ന് തരിപ്പടായി, ഒന്നുമില്ല. നിലവിൽ അദ്ദേഹത്തിന്റെ വീട് വിറ്റു. അപ്പൊ അദ്ദേഹത്തിന്റെ മെന്റർ പറയാണ്, നിങ്ങൾ ഒരു 5000 സ്ക്വയർ ഫീറ്റുള്ള വീട് എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്യണം. ബിസിനസ് ഒക്കെ തകർന്ന് തരിപ്പടായി എല്ലാം കിടക്കുന്ന അയാൾക്ക് എന്നോട് പറയണം 5000 സ്ക്വയർ ഫീറ്റ് പോയിട്ട് എനിക്ക് 500 സ്ക്വയർ ഫീറ്റ് വീട് തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അയാൾ വിഷ്വലൈസേഷൻ കണ്ടിന്യൂ ചെയ്ത് അദ്ദേഹം പറയണം അവസാനം 3500 സ്ക്വയർ ഫീറ്റുള്ള വീട് ഞാൻ വിഷ്വലൈസ് ചെയ്തു. അപ്പൊ ഞാൻ മെന്ററോട് പറഞ്ഞു, ശരി എനിക്ക് 3500 വരെ എത്താൻ പറ്റി, കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അദ്ദേഹം പറയാണ് 3500 എത്താൻ പറ്റിയപ്പോൾ അദ്ദേഹം പറയാം, നിങ്ങൾക്ക് നീ ഒരു 1500 സ്പേസും കൂടെ ഇട്ടിട്ട് ഒരു വീട് എടുത്തോ, അത് റെഡി ആയിക്കോളും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ എന്റെ വീട് 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ നേരത്തെ ഷാൻ സാർ പറഞ്ഞ പോലെ വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ബിഗിനേഴ്സ് ഒരാളായിട്ടുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ലൈഫ് വിഷ്വലൈസ് ചെയ്യുക. പക്ഷെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് സെക്കൻഡ് പോയിന്റ് ഉണ്ടല്ലോ, ഫോക്കസ് ഓൺ വാട്ട് യു ട്രൂലി വാണ്ട്. ഓക്കെ, ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് സ്റ്റോപ്പ് റിലൈങ് ഓൺ ലക്ക്. ഞാൻ ഇങ്ങനെ വീട് ആഗ്രഹിക്കുന്നുണ്ട്, അത് കിട്ടും എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ലക്കിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അതെങ്ങനെ കിട്ടുക? അതൊക്കെ എന്റെ ഭാഗ്യം കൊണ്ട് നടക്കുന്നത് മാറ്റിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ട്രൂലി വേണ്ടതാണ്. അപ്പൊ ആ വീട് കിട്ടണമെങ്കിൽ നിങ്ങൾ വേറെ എന്തോ ഒരു ഔട്ട്പുട്ടിലായിരിക്കും നിങ്ങൾക്ക് ആ വീട് കിട്ടുക, അല്ലെ? ഒരു സുപ്രഭാതത്തിൽ വീട് വരില്ല ചെയ്യുക. ആ വീട് അയാൾ ഉണ്ടാക്കണമെങ്കിൽ അയാൾ ഇനി ഉദ്ദേശിക്കുന്ന ഒരു കരിയർ ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾ പൈസ ഉണ്ടാക്കണം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടാവും.
ആ സ്റ്റെപ്പിലേക്കുള്ള ആക്ഷൻസും കൂടെ എടുക്കുമ്പോഴാണ് അയാൾ തന്നെ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിക്ക് ഈ 5000 സ്ക്വയർ ഫീറ്റ് വീട് കാണാൻ പോയത് അയാളുടെ ഒരു ബിസിനസ് പൊട്ടിയിട്ട് അയാൾ പിന്നെ ജോലിക്കല്ല പോയത്. അയാൾ വീണ്ടും എന്താ ചെയ്തിരിക്കുന്നത്? ബിസിനസ്സാണ് ചെയ്തിരിക്കുന്നത്. അയാൾ തകർന്ന് തരിപ്പണ അയാൾ മെൻഡറെ കണ്ടെത്തി. ആ മെൻഡർ അടുത്തേക്ക് വീണ്ടും എന്ത് ചെയ്തു? മെൻഡറിങ്ങിന് പോയി. എന്റെ ബിസിനസ് ഇങ്ങനെ തകർന്നില്ല. അതുകൊണ്ട് ആ മെൻഡർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എന്നതുപോലെ പിന്നെ ഷാജൻ സാർ ചോദിച്ചതുപോലെ ഈ മാജിക്കിൽ വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? വിഷ്വലൈസേഷൻ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത് ട്രാപ്പാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്ത് പെട്ടുപോയത്. ആളുകൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് അറിയാലോ, അതുകൊണ്ട് എന്റെ ലൈഫിലെല്ലാം ഇനി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ അത് നിങ്ങളിലേക്ക് വരും. അതിനൊരിക്കലും പോസിറ്റീവ് അല്ല. ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും നിങ്ങൾ പോസിറ്റീവ് ആണെന്ന് വിശ്വസിക്കരുത്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്? ഡിപ്പെൻസ് ഓൺ ദ തോട്ടാണ്. അയാൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നു. അയാൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നു. അതൊരു അലേർട്ടാണ്. നിങ്ങൾ ഇടതുവശത്തിലൂടെ ഡേഞ്ചർ സോൺ, ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഡേഞ്ചർ സോൺ ആണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു പിന്നെ ഇലക്ട്രിസിറ്റിന്റെ അവിടെ ഡേഞ്ചർ സോൺ, ഇങ്ങോട്ട് വരരുത് എന്നതുപോലെ നമ്മൾ അറിഞ്ഞു വെക്കുക. എന്താണ്? നമുക്ക് നെഗറ്റീവ് തോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഡേഞ്ചർ സോണിലാണെന്ന് അറിയിക്കുന്ന ഒരു പ്രക്രിയ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തിയറി നിങ്ങൾക്ക് ചെയ്തിരുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? അവിടെ നിങ്ങൾ മനസ്സിലാക്കുക. നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതേ സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ATTR എന്നുള്ളത് നിങ്ങൾ മാറ്റുക. ഈ 4 ലെറ്റർ എന്ത് ചെയ്യുക? മാറ്റുക. ATTR എന്ന് പറയുന്ന ഈ 4 ലെറ്റർ മാറ്റിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വാക്ക് വായിച്ചു കൊടുക്കുക. എന്താണ്? ആക്ഷനാണ്. ആക്ഷനാണ് എന്തുള്ളത്? ഏറ്റവും പ്രാധാന്യമുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. ആക്ഷന് പ്രാധാന്യം കൊടുക്കുകയും അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമോ അതാണ് അച്ചീവ് പിന്നെ നിങ്ങളേക്ക് അട്രാക്ട് ആവുക. ക്ലിയർ ആണോ ഷാജിൻ സാർ? അയാൾ വിശ്വസിക്കണം. അയാൾക്ക് എത്ര ഇപ്പൊ ഷാജിൻ സാർക്ക് ഇപ്പൊ 10000 സ്ക്വയർ ഫീറ്റിന്റെ വീട് കാണാൻ പറ്റുന്നുണ്ട്, അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കണം ചെയ്യും. അത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ എന്തോ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടാവണം. അയാൾക്കൊരു വിശ്വാസം ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് വിശ്വാസം വരണം. അയാൾ സബ് കോൺഷ്യസ് മൈൻഡ് അത്രയും വിശ്വസിക്കണം. അയാൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റണമെങ്കിൽ അയാൾ പൂർണ്ണം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതിനൊരു വേ വരും. ആ വേയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഫസ്റ്റ് പറയുന്നത് എന്താണ്? നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നതാണ് വിശ്വാസം കൂടാനും വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരു പാർക്കിങ്ങിനുള്ള സീക്രട്ടിലൊക്കെ പറയുന്നത് കേട്ടില്ലേ? ഒരു പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടുന്ന വിശ്വസിച്ച് നോക്കൂ. നിങ്ങൾക്കൊരു പിന്നെ എന്താ പറയാ ഒരു എന്തെങ്കിലും പൂവ് കാണുന്ന വിശ്വസിച്ച് നോക്കൂ. ഇങ്ങനെ ഡ്രസ് ഇട്ട ഒരാളെ കാണുന്ന വിശ്വസിച്ച് നോക്കൂ. നിങ്ങളെ ഫ്രണ്ടിനെ കാണുന്ന വിശ്വസിച്ച് നോക്കൂ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറയാനാണ്. ഈ ഒരു കാര്യം ഇങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരാനാണ്. താങ്ക് യു ഷാജൻ സാർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഷാജൻ സാർ. താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം കേട്ടോ. നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരാള് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി അൺനെസസറി ആയിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് കയറി വരുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം? നമ്മൾ മനസ്സിലാക്കി ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ മനസ്സിലേക്കും ചിലപ്പോൾ അൺനെസറി ആയിട്ടുള്ള തോട്ടുകൾ കടന്നു വരും. അത് നമ്മൾ ഓക്കെ ആയിട്ട് എടുക്കുക. ഓക്കെ, പുതിയ മെഡിറ്റേഷൻ തിയറി പറയുന്നത് നമുക്കൊരിക്കലും എല്ലാത്തതും ഇപ്പൊ നമ്മൾ ഈ ലോകത്ത് നമ്മൾ അങ്ങനെ ജീവിച്ച് ഇപ്പൊ ഈ മഹർഷിമാരെ പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ പോലെയോ നമ്മൾ കുറെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത ലോകത്തല്ല ജീവിക്കുന്നുണ്ട്. നമ്മൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ലോകത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച് ചേർക്കുമ്പോൾ നമ്മൾ അങ്ങനെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളല്ല. ഇപ്പൊ വിഭാസന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ ഉണ്ട്. 10 ദിവസം ഒരാളോട് സംസാരിക്കാതെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ബുദ്ധൻ എൻലൈറ്റ്മെന്റ് കിട്ടിയിരിക്കുന്ന മെഡിറ്റേഷൻ ഒക്കെ പറയുന്നത്. വയനാടൊക്കെ പ്രാക്ടീസിങ് നടക്കാറുണ്ട്. 10 ദിവസമാണ് അത്ര അതിന്റെ ദിവസം. 10 ദിവസം നമ്മൾ എന്ത് ചെയ്യാം? ഒരാളെ സംസാരിക്കാൻ അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് മെഡിറ്റേഷന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുക. ഇവിടെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ വേറെ ചിന്ത വരുന്നുണ്ടെങ്കിൽ ലിമിറ്റ് എന്താണ്? നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അതൊരു തെറ്റായിട്ട് കാണാതിരിക്കുക. ആ മെഡിറ്റേഷൻ ചെയ്ത് എനിക്ക് വേറെ ചിന്ത വന്നു, ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ തിരിച്ചു വരിക. ഇറ്റ്സ് ഓക്കെ. കുറച്ച് സമയം നിങ്ങൾ മെഡിറ്റേഷൻ്റെ ഔട്ടായി, ഇറ്റ്സ് ഓക്കെ. പിന്നെ എന്താ ചെയ്യുക? അതാണ് ഗൈഡഡ് മെഡിറ്റേഷൻ നമ്മൾ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗൈഡഡ് ഒന്നുമല്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണടച്ചിട്ട് എല്ലാ ചിന്തകളെയും ഒഴിവാക്കി വിടാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ്. പല ചിന്തകളും ഏതിലും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തൊരു അവസ്ഥയാണ് എന്ത് ചെയ്യുക? മെഡിറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്കൊന്നും ചിന്തിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. അതിങ്ങനെ ചിന്തിക്കാതിരിക്കാൻ അതിങ്ങനെ പല സംഭവങ്ങളോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ആവാനാണ് നമ്മൾ ഗൈഡഡ് മെഡിറ്റേഷൻസിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ അതിൽ നിന്ന് പോവാം.
സോ ഓക്കെ. അപ്പൊ നമ്മൾ അവരോട് എന്ത് പറഞ്ഞാൽ മതി, അത് ഓക്കെയാണ്, അത് കുറച്ച് സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കുറെ കാലം കഴിയുമ്പോൾ റെഡി ആയിട്ട് വരും. ഇപ്പൊ നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ, പള്ളിയിൽ ചർച്ചിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിംസ് ആണ് നിസ്കരിക്കാനിരിക്കുമ്പോൾ, ഇവിടെയൊക്കെ ദൈവത്തിന് മുമ്പിലേക്ക് നമ്മൾ നിൽക്കുന്നത്, ആ സമയത്ത് നമുക്ക് പല ചിന്തകൾ വരും അല്ലേ? നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ആവുന്ന സമയത്ത് പല ചിന്തകൾ വരും. ഇറ്റ്സ് ഓക്കെ. നമ്മൾ അതിനെ ഓക്കെ എന്ന് പറയാം, എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് തന്നെ തിരിച്ചു വരിക, കുറ്റപ്പെടുത്താതിരിക്കുക. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്കും കൂടെ ചോദിക്കാം. സലീം സർ. ഹായ്, ഹായ്. മാജിക് മോർണിംഗ്. മാജിക്. ഓക്കെ, നമ്മള് ബി ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ അത് ശരിക്കും നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാന്നൊരു കോൺസെപ്റ്റ് അല്ലേ അവിടെ വരുന്നത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് ആക്കി മാറ്റുക എന്നാണ്. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെ, ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഒരു എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിരുന്നു, നമ്മൾ സ്വാഭാവികമായിട്ട് അവരോട് എന്ത് പറയും, താങ്ക് യു എന്ന് പറയും അല്ലെ, താങ്ക് യു എന്ന് പറയും. നമ്മുടെ ലൈഫിൽ ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ആസ്പെക്ട് പ്രകാരം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കൂല. ആ സമയത്ത് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും, നമ്മൾ താങ്ക് യു പറയാൻ. അപ്പൊ ശരിക്കും നമ്മൾ ഈ അറബികളെ പറയാറുണ്ട്, ഈ അറബികൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവർ പറയും അൽഹംദുലില്ലാ എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്താ പറയാ, അൽഹംദുലില്ലാ എന്ന് പറയാം. അതായത് സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഗീതാവചനം ഉണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് കൺസെപ്റ്റ്. നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെല്ലാം നല്ലതിന്, എവറിത്തിങ് ഹാസ് എ റീസൺ എന്നതാണ്. സംഭവിച്ചിരിക്കുന്ന എല്ലാത്തിനും ഒരു കാരണമുണ്ട്, അതെല്ലാം നല്ലതിന്, ഓൾ ഈസ് വെൽ നമ്മൾ പറയില്ലേ, ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതാണ് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അതൊരു ആറ്റിറ്റ്യൂഡാണ്. ഒരു സമയത്ത് കുറച്ച് ആൾക്ക് താങ്ക് യു പറയുന്നില്ല. നമ്മുടെ ലൈഫിൽ ഉള്ള അനുഗ്രഹങ്ങൾ നമ്മൾ മറക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളെക്കാളും കീഴുള്ള ആളുകൾ നോക്കുക എന്ന് പറയില്ലേ. ഇത് നമ്മൾക്കിപ്പോ ഏറ്റവും വലിയ അനുഗ്രഹം, ഇപ്പൊ നമുക്കൊക്കെ നടക്കാനും ഇരിക്കാനും ഇതൊക്കെ സാധിക്കുന്നുണ്ട്, 3 സമയം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്, യുദ്ധങ്ങളില്ലാത്തൊരു ഇതിൽ ജീവിക്കുന്നത്, അങ്ങനെ നമുക്ക് കുറെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ആ അനുഗ്രഹങ്ങൾ മറക്കാതിരിക്കുക എന്നതാണ് ഗ്രേറ്റ്ഫുൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാ മൊമെന്റിലും ഏറ്റവും മിനിമം നമ്മൾ മനസ്സിലാക്കുക, എനിക്കിപ്പോഴും ജീവിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട്, അത് മതി നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാന്നുള്ളതാണ്. എനിക്കിപ്പോൾ ബ്രീത്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇപ്പോഴും നമ്മൾ ഉണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ. നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് എത്രയോ പേര് ഭൂമിയിൽ മരിച്ചിട്ടുണ്ടാവും. ഈ ഒരു 5:30 മുതൽ 6:30 വരെയുള്ള സമയത്തിന്റെ ഇടയ്ക്ക് ഭൂമിയിൽ എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡാക്കി മാറ്റുക എല്ലാ സംഭവങ്ങൾക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അപ്പോഴും നമ്മൾ വിശ്വസിക്കണം ഇതെന്തോ എൻ്റെ ജീവിതത്തിൽ നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ അനലൈസ് ചെയ്ത് നോക്കുക, ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്, ഇതിൽ എന്തെങ്കിലും പാഠം പഠിക്കാനുണ്ടോ അതെടുത്തിട്ട് മുന്നോട്ട് പോകും. ഇതിലാണോ സലീം ഭായ്? ഓക്കെ, പൊതുവെ കാര്യം വെച്ചാൽ നമ്മൾ ഉള്ളതും തൃപ്തിപ്പെടുക. അപ്പൊ നമുക്ക് കൂടുതൽ ആഗ്രഹം ഇല്ലാതെ പോലെ നമ്മൾ ആയി മാറുമല്ലോ, കൂടുതൽ അതുകൊണ്ട് ആഗ്രഹിക്കാൻ. ഇപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ ഉള്ളതിന് നിങ്ങൾക്കുള്ളതിന് എത്ര നന്ദിയുള്ളവരായിരിക്കും, അതിന്റെ 10 മടങ്ങ് എന്ത് ചെയ്യും, ദൈവം നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. അപ്പൊ എപ്പോഴും നമുക്ക് ഉള്ളതിന് എന്താ ചെയ്യുക, പരാതി പറയുന്ന ഒരു ക്യാരക്ടർ, പോസിറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യുക, ഇല്ലാത്തതിനെ കുറിച്ച് പറയാതിരിക്കുക. അതാണ് അതിന്റെ ഏറ്റവും സംഭവം. നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചിട്ട് പറയുന്നതിന് പകരം ഉള്ളതിനെ കുറിച്ചിട്ട് പറയാം. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സമ്പത്ത് വേണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സമ്പത്തിനും ഞാൻ നന്ദി പറയുന്നു, ഗ്രേറ്റ്ഫുൾ ആണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിങ്ങൾ ഐശ്വര്യം പ്രദാനം ചെയ്യണം, ബർക്കത്ത് പ്രദാനം ചെയ്യണം പ്രാർത്ഥിക്കുക. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ആരോഗ്യത്തിനും ഞാൻ എന്ത് ചെയ്യുന്നു, നന്ദി പറയുന്നു. അതിൽ എന്ത് ചെയ്യണം, ഇനിയും എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി തരണം, അല്ലെങ്കിൽ കൂടുതലാക്കി, അങ്ങനെ പറയാം. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. നമുക്ക് ഉള്ളതിനെ കുറിച്ച് പറയുക, എന്നിട്ട് അത് കൂട്ടിത്തരാൻ വേണ്ടി പറയും. അതാണ് നമ്മൾ ഈ അഫർമേഷൻസിൽ പറയാറ്, എവറി ഡേ എവറി വേ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എല്ലാ ദിവസത്തിലും എല്ലാ നിമിഷത്തിലും ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാ ഏരിയയിലുമാണ്, ഏത് ഏരിയയിലാണെങ്കിലും, നിങ്ങൾ അബണ്ടൻസിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു സലീം സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സർ, ലീഡേഴ്സ് മീറ്റ് ഇല്ലേ? അനൗൺസ് ചെയ്തിട്ടുണ്ടോ? ഇന്നുണ്ട് സാറേ. റസാഖ് സാർ ഇന്ന് പുറത്താണ്, റസാഖ് സാറിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞു. ഓക്കെ, കഴിഞ്ഞ മീറ്റിംഗിലെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെ നടപ്പിലാക്കി നോക്കിയിരുന്നു? നമുക്ക് എന്താ പറയാ, ഇൻട്രൊഡക്ഷൻ ഇതിന് വേണ്ടിയിട്ടുള്ള ആങ്കറിങ്ങിന് വേണ്ടിയുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞേ,
ഞാൻ പറഞ്ഞ ആ ഒരു കുട്ടിക്ക് ഇപ്പൊ എന്തോ കോൾഡൊക്കെ ആയിട്ട് കേറിയിട്ടില്ല. ഉം. അപ്പൊ നമുക്ക് അപ്പൊ അങ്ങനത്തെ ഒരാളെ കിട്ടിയിട്ടുള്ളൂ. വേറെ തീരുമാനങ്ങളൊന്നും ഇപ്പൊ ആയിട്ടില്ലല്ലോ. മറ്റേ ലീഡേഴ്സ് എന്താ പറയുന്നത്? നമ്മൾ കൂടുതൽ ആളുകളെ കണ്ടെത്താനും അതേപോലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താനും പെയറിനെ മേക്ക് ചെയ്യാനൊക്കെ തീരുമാനിച്ചിരുന്നല്ലോ. അതൊക്കെ നടന്നിട്ടുണ്ടോ? പെയറിനെ മേക്ക് ചെയ്യലൊക്കെ നടന്നിട്ടുണ്ടോ? നമുക്ക് ഞായറാഴ്ച വെക്കല്ലേ സാറേ? അല്ല, നമ്മൾ അന്നെടുത്ത തീരുമാനങ്ങളെ അതൊന്ന് അതെ. പെയറിനെ മേക്ക് ചെയ്തോ? അതേപോലെ കൂടുതൽ ആ യങ്സ്റ്റേഴ്സിന് എടുക്കാനുള്ള എന്ത് ആക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്? ഓക്കെ. ആ അതായത് അടുത്ത ആഴ്ച നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത തീരുമാനങ്ങൾ നടപ്പിലായിട്ടില്ല. അപ്പൊ അത് ഈ ഇല്ല ഇല്ല. ആഴ്ചയിലെ കാര്യങ്ങൾ നടപ്പിലായി നോക്കുക. ആ നടപ്പിലാവുന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ആക്ഷൻസ് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ. ആ ഇപ്പൊ ഒരാളാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഇത്രയും ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലിപ്പോ ഒരു 100 പേര് 80 പേരുണ്ടെന്ന് പറയുന്നുണ്ട് ഈ മാജിക്കിൽ. ആ 80 അതെ. പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ 80 പേരിന്റെ ഒരു 5% 4 ആങ്കറിങ്ങിനുള്ള ആളുകൾ നമുക്ക് കിട്ടും. ആ 80 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 യങ്സ്റ്റേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരും. അത് വരുന്നില്ലെങ്കിൽ നമ്മൾ അതിന് നെസസറി ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. എനിക്ക് നമ്മളാരെ കുറ്റപ്പെടുത്തി പറയല്ല, നമ്മൾ അതിൽ നിന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, ആക്ഷൻസിലേക്ക് പോയിട്ടുണ്ടാവില്ല. അപ്പൊ ആ സംഭവങ്ങൾ നടന്നോ എന്നുള്ളതാണ് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണം. മിനിറ്റ്സ് ബുക്ക് ഇടുക. മിനിറ്റ്സ് ബുക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഏതൊക്കെ കാര്യങ്ങൾ നടന്നു, ഏതൊക്കെ കാര്യങ്ങൾ നടന്നില്ല, നടന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നടന്നില്ല, നടന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നടന്നില്ല, ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തുകൊണ്ടാണ് നടക്കാതെ? നടക്കാതിരിക്കാനുള്ള സംഭവമല്ല. കാരണം എന്താ? ഫോക്കസ് ഓൺ വാട്ട് യു ട്രൂലി വാണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിലേക്കുള്ള ഫോക്കസ് നമ്മൾ നടക്കണം. നടക്കില്ലാതെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. കാരണം നമ്മൾ പണ്ട് നടത്തിയതാണ്, ചെയ്താണ്. അപ്പൊ എന്തുകൊണ്ട് പെയറിങ് ആവുന്നില്ല? എന്തുകൊണ്ട് പുതിയ യങ്സ്റ്റേഴ്സ് വരുന്നില്ല? എന്തുകൊണ്ട് ആങ്കറിങ്ങിന് ആളെ കിട്ടുന്നില്ല? ഈ 3 കാര്യങ്ങൾ ഒന്നും ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അതിന് നിങ്ങൾക്ക് ടീമിന്റെ ഹെൽപ്പ് ഒക്കെ ചോദിക്കാം. ഇവിടെ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം. ഈ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പറയാം. നിങ്ങളുടെ ആരെങ്കിലും അറിയുന്ന ഇപ്പൊ സലീമിനൊക്കെ പോലുള്ള ഒരു 5-10 പേര് ഇതിലേക്ക് വരണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇപ്പൊ ബിമാജിക് ഫ്രീ ആണ്. നമുക്ക് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അതായത് പഴയ ആളുകൾ മോശക്കാരായിട്ടല്ല, പക്ഷെ കുറച്ചും കൂടി യങ്സ്റ്റേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ക്വിക്ക് ആയിട്ടുള്ള ഒരു സ്പീഡ് ഉണ്ടാവും. സ്പീഡ് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ്. സ്പീഡ്. അപ്പോൾ എന്നപോലെ ഒരു കമ്മ്യൂണിറ്റി പോകണമെങ്കിൽ ഇതിന് ആവറേജ് ഏജ് കുറക്കണം. ബിമാജിക്കിന്റെ ആവറേജ് ഏജ് ഇപ്പൊ കൂടുതലാണ്. ഓക്കെ. 55 വയസ്സും 60 വയസ്സും ഒക്കെ ഉള്ള ആളുകളെ ആവറേജ് ഏജിലേക്ക് വരണമെങ്കിൽ നമുക്ക് 35 ഏജിലേക്കെങ്കിലും ബിമാജിക്കിന് എത്തിക്കണമെങ്കിൽ കുറെ 18 വയസ്സുകാരും 15 വയസ്സുകാരും 25 വയസ്സുകാരും വരണം. അപ്പൊ എല്ലാവരുടെയും ഏജ് കൂട്ടിയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്ന കൂട്ടിയിട്ട് ആവറേജ് ഏജ് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരണം? അതൊരു 35ലേക്ക് എത്തണം. അപ്പോഴാണ് നമുക്ക് ഇതൊരു ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. ക്ലിയറാണോ? അപ്പൊ അങ്ങനത്തെ ആളുകളെ കൂടുതൽ വരുത്താനും വേണ്ടിയിട്ട് ലീഡേഴ്സ് ശ്രദ്ധിക്കുക. അതിലേക്ക് തന്നെ നിങ്ങൾ എടുത്ത മിനിറ്റ്സിൽ എന്തൊക്കെയാണ് നടക്കാതെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. ഓക്കെ സാറേ. സോ അതേപോലെ തന്നെ ലീഡേഴ്സ് ആയിട്ട് നിങ്ങൾ ബിമാജിക്കിന്റെ ലീഡേഴ്സ് ആയിട്ട് വരാൻ താല്പര്യമുള്ള ആളുകളെ അറിയിക്കുക. അവർക്ക് പ്രത്യേക ലീഡേഴ്സ് ട്രെയിനിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. നിങ്ങൾ മറ്റൊരാളെ ചെയ്യിപ്പിക്കാനും വേണ്ടി പ്രചോദിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഇപ്പൊ എല്ലാവരോടും 5 മണിക്ക് എണീക്കാൻ പറയുമ്പോൾ 4ക്ക് എണീക്കാൻ പറയുമ്പോൾ എനിക്ക് എണീക്കാതിരിക്കാൻ പോസിബിൾ അല്ല. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? എണീക്കും. നമ്മൾ റെസ്പോൺസിബിൾ ആവുന്ന കൂടുന്നതോറും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നതോറും നമ്മളുടെ ക്വാളിറ്റിയും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ക്വാളിറ്റി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. മാക്സിമം അത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? ലീഡേഴ്സിലേക്കൊക്കെ വരാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അറിയിക്കും. സോ താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. Thank you. Thank you so much. Thank you, sir. Thank you, sir.